ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആറാം ക്ലാസ്സിലെ തസ്കിയ, അതിലെ മൂന്നാമത്തെ പാഠമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പാഠം ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ പ്രധാന കവാടം എന്ന അർത്ഥം വരുന്ന പാഠമാണ്, അധ്യായമാണ്. മാതാപിതാക്കളോടുള്ള ബഹുമാനം, പ്രത്യേകിച്ച് പിതാവിനോടുള്ള ബഹുമാനം, ഇതാണ് നമ്മൾ ഇന്ന് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കിതാബിന്റെ ആ ഉദ്ധരണികൾ സ്ക്രീനിൽ കാണാം. അൽ വഹ്ദത്തു സാലിസ, മൂന്നാമത്തെ അധ്യായം. ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഔസത്ത് എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്തത് എന്നാണ്. ഹുബിസ യഹ്യൽ ബർമക്കിയു റഹിമഹുല്ലാഹ് ഫി സിജ്ൻ. ഹുബിസ, അറസ്റ്റ് ചെയ്യപ്പെട്ടു. യഹ്യൽ ബർമക്കി എന്ന മഹാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഫി സിജ്ൻ, ജയിലിൽ. ഹുബിസ മഅഹു, അദ്ദേഹത്തിന്റെ കൂടെ, മഅഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇബ്നുഹു, മകൻ. അൽ ഫളൽ ഇബ്നു യഹ്യ, ഫളൽ ഇബ്നു യഹ്യ എന്ന മഹാൻ. വകാന ദാലിക ഫി സമനി ശിതാഇ, നല്ല തണുപ്പുള്ള കാലമായിരുന്നു അത്. വകാന ദാലിക, അതായിരുന്നു, ഫി സമൻ, കാലം, അശ്ശിതാ, തണുപ്പുള്ള, ശൈത്യം. വകാന യഹ്യ ശൈഖൻ, ഈ യഹ്യൽ ബർമക്കി എന്ന ആള് ശൈഖൻ, പ്രായമുള്ള ആളായിരുന്നു. ഫി സമാനീൻ, 80 വയസ്സോളം. ഫി സമാനീന മിൻ ഉംദിഹി, അദ്ദേഹത്തിന്റെ 80ാമത്തെ വയസ്സിലാണ്. സമാനി എന്ന് പറഞ്ഞാൽ 80, ഉംറു എന്ന് പറഞ്ഞ വയസ്സ്. മിൻ ഉംദിഹി ഫി സമാനീൻ, അദ്ദേഹത്തിന്റെ 80ാമത്തെ വയസ്സിൽ. ലാ യതഹമ്മലുൽ വുളൂഅ ബിൽ മാഇൽ ബാരിദ്, ലാ യതഹമ്മലു, അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റൂലായിരുന്നു, അൽ വുളൂഅ ബിൽ മാഇൽ ബാരിദ്, ബാരിദ് എന്ന് പറഞ്ഞാൽ തണുത്ത, മാ എന്ന് പറഞ്ഞാൽ വെള്ളം, തണുത്ത വെള്ളം കൊണ്ട് വുളൂ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത്രയും തണുപ്പുള്ള കാലം, ഭയങ്കര തണുപ്പുള്ള വെള്ളം. ഫഹീനമാ ഖാറബ വഖ്തു തഹജ്ജുദി, ഫഹീനമാ ഖാറബ, അടുത്തപ്പോൾ, ഖാറബ എന്ന് പറഞ്ഞാൽ അടുക്കുക, ഫീനമാ ഖാറബ, അടുത്തപ്പോൾ, വഖ്തു തഹജ്ജുദ്, വഖ്ത് സമയം, തഹജ്ജുദിന്റെ സമയം അടുത്തപ്പോൾ, അറാദ ഇബ്നുഹു അൽ ഫളിൽ, ഫളിൽ ഇബ്നു യഹ്യ എന്ന മകൻ, ഇബ്നു എന്ന് പറഞ്ഞ മകൻ, അറാദ ഉദ്ദേശിച്ചു, മകൻ ഫളിൽ ഇബ്നു യഹ്യ ഉദ്ദേശിച്ചു, തസ്ഖീനൽ മാഇ, വെള്ളം ചൂടാക്കാൻ ഉദ്ദേശിച്ചു. ലാക്കിൻ മനാ സജ്ജാനു അൽ ഹത്വബ, ലാക്കിൻ പക്ഷേ, മനാ തടഞ്ഞു, അസ്സജ്ജാനു ജയിലർ, അൽ ഹത്വബ വിറക്, വെള്ളം ചൂടാക്കണമെങ്കിൽ വിറക് കത്തിക്കണ്ടേ, വിറക് കൊടുക്കാൻ വിസമ്മതിച്ചു. ഫഅഖദൽ ഫളിലു ഇനാ അൽ മാഇ, അപ്പോ ഫളിൽ ഇബ്നു യഹ്യ എന്ന മകൻ എടുത്തു, ഇനാ അൽ മാഇ, വെള്ളത്തിന്റെ പാത്രം എടുത്തു. വ അദ്നാഹു, അത് അടുപ്പിച്ചു വെച്ചു, മിനൽ മിസ്ബാഹി, വിളക്കിനോട് അടുപ്പിച്ചു വെച്ചു. ഫലം യസൽ ഖായിമൻ, അങ്ങനെ വിളക്കിന്റെ അടുത്ത് ഇങ്ങനെ നിന്നു. ഫലം യസൽ ഖായിമൻ, അങ്ങനെ നിന്നു. ഇന്ദഹു, അതിന്റെ അടുത്ത്. ഹത്താ തൻഖത്തിയ ബുറൂദത്തുഹു, ആ വെള്ളത്തിന്റെ തണുപ്പ് ഒഴിവാകുന്നത് വരെ. തൻഖത്തിയ എന്ന് പറഞ്ഞാൽ മുറിയുക, അവസാനിക്കുക. ബുറൂദത്ത്, തണുപ്പ്. തണുപ്പ് മാറുന്നത് വരെ ഈ വിളക്കിന്റെ അടുത്ത് പിടിച്ചു വെള്ളം. അപ്പൊ പിതാവിനോടുള്ള ആ ഒരു സ്നേഹം, പിതാവിനോട് സേവനം ചെയ്യാനുള്ള ആ ഒരു ആത്മാർത്ഥത കൊണ്ട് വളരെ സാഹസപ്പെട്ട്, പ്രയാസപ്പെട്ട് പിതാവിനെ സഹായിക്കുന്നു എന്നർത്ഥം. ഇതാണ് നമ്മൾ പഠിക്കുന്ന പാഠം. ഫലമ്മാർ സജ്ജാനു, ഈ ജയിലർ കണ്ടപ്പോ, ദാലിക്ക, ഈ സംഭവം കണ്ടപ്പോ, മനാ തടഞ്ഞു, അൽ ഇസ്തിസ്ബാഹ, വിളക്ക് കത്തിക്കുന്നത് തടഞ്ഞു. ഫില്ലൈലത്തിൽ ഖാബില, അടുത്ത രാത്രി. പിറ്റേ ദിവസം രാത്രിയായപ്പോ വിളക്ക് കത്തിക്കാൻ സമ്മതിച്ചില്ല. കാരണം അങ്ങനെ ചൂടാക്കണ്ട, കഷ്ടപ്പെടട്ടെ എന്നുള്ള രീതിയിൽ. ഫഅഖദ ഇബ്രീഖൻ, അപ്പോ ഫഅഖദ, ഈ ഫളിൽ എന്ന മകൻ എടുത്തു, ഇബ്രീഖൻ, ഒരു കിണ്ടി എടുത്തു, പാത്രം. മിൻ നുഹാസിൻ, ചെമ്പിന്റെ കിണ്ടി ഉണ്ടായിരുന്നു, അതെടുത്തു. ഫമല അൽ മാ, എന്നിട്ട് അതിൽ വെള്ളം എടുത്തു. സുമ്മ അൽസഖഹു, പിന്നെ അതിനെ ചേർത്ത് പിടിച്ചു. ഇലാ ബത്നിഹി, വയറിനോട് ചേർത്ത് പിടിച്ചു. ഹത്താ തൻഖത്തിയ ബുറൂദത്തുഹു, അതിന്റെ തണുപ്പ് മാറുന്നവരെ. മനുഷ്യന്റെ ശരീരത്തിന്റെ ചൂട് കൊണ്ട് ഇതിന്റെ പാത്രത്തിന്റെ തണുപ്പ് മാറുന്നത് വരെ ചേർത്ത് പിടിച്ചു. ഈ ഹറാറത്തി ബത്നിഹി, വയറിന്റെ ചൂട് കൊണ്ട് അതിന്റെ തണുപ്പ് മാറുന്നത് വരെ ചേർത്ത് പിടിച്ചു. വക്കാന യഫ്അലു ദാലിക, ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, കുല്ല യൗമിൻ, എല്ലാ ദിവസവും.
ബഅദ നൗമി വാലിദിഹി, പിതാവ് ഉറങ്ങിയതിന് ശേഷം ഇങ്ങനെ ചെയ്യായിരുന്നു. കാരണം പിതാവിനെ കണ്ടിട്ട് വിഷമാകണ്ട, എന്റെ മോന് കഷ്ടപ്പെടുന്നു എന്നുള്ള വിഷമം വേണ്ട. അപ്പൊ ദാത്ത ലൈലത്തിന് ഒരു ദിവസം ഹബ്ബ യഹിയൽ ബർമക്കി, ബഹിയൽ മർമക്കി ഉണർ മിൻ നൗമിഹി, ഉറക്കിൽ നിന്ന് ഉണർന്നു. ഇബ്നഹു, മകനെ കണ്ടു, യുസഖിനുൽ മാ, വെള്ളം ചൂടാക്കുന്നു, സാഹിറൻ, ഉറക്കൊഴിഞ്ഞിരുന്ന് വെള്ളം ചൂടാക്കുകയാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്. ഫതഅജ്ജബ, അല്ലാതെ അത്ഭുതപ്പെട്ടു പോയി പിതാവ്. വദഅലഹു ബിൽ ഖൈരി, സ്നേഹത്തോടെ മകന്റെ നന്മക്ക് വേണ്ടി ഈ ഉപ്പ ദുആ ചെയ്തു. അപ്പോ ഒരു പിതാവിന് മകൻ ചെയ്യുന്ന സ്നേഹം, സേവനം, അതിലുള്ള ആത്മാർത്ഥത, അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആ ആത്മാർത്ഥതയുടെ കടുപ്പം പിതാവ് കണ്ടപ്പോ പിതാവ് മനസ്സുരുകി പ്രാർത്ഥിച്ചു മകന് വേണ്ടി. മാ ഹമലൽ ഫളില ഇബ്ന യഹ്യ, യഹ്യയുടെ മകനായ ഈ ഫളിൽ ഇബ്ന യഹ്യ എന്ന ഈ മകനെ പ്രേരിപ്പിച്ചത് എന്താണ്? അല ഹാദൽ ബിർരി ബി വാലിദിഹി ലി വാലിദിഹി, പിതാവിന് ഇങ്ങനെ ഗുണം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാ ഹമലഹു അലൈഹി, എന്താണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത്? മാ ഹമലഹു അലൈഹി, അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത് ഇല്ലാ തആലീമുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അധ്യാപനം മാത്രമായിരുന്നു. തന്റെ ഇസ്ലാം തനിക്ക് പഠിപ്പിച്ച മാതാപിതാക്കളോടുള്ള ആ കരുണ കാണിക്കേണ്ട, സേവനം ചെയ്യേണ്ട, സ്നേഹം കാണിക്കേണ്ട, ബഹുമാനം കാണിക്കേണ്ട ആ അധ്യാപനമാണ് മകൻ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ലിയന്നൽ ഇസ്ലാം, കാരണം ഇസ്ലാം ഉനിയ, പരിഗണന നൽകിയിരിക്കുന്നു, ബിബിരിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിന്, ഇനായത്തൻ കബീറത്തൻ, വലിയ പരിഗണന, ഇനായത്ത് പരിഗണന, കബീറത്ത് വലിയ. വഖദ് അക്കദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തറപ്പിച്ച് പറഞ്ഞതാണ്, ഉറപ്പിച്ച് പറഞ്ഞതാണ്, അലൈഹി, ഈ കാര്യം, ഫി അഹാദീസ കസീറ, ധാരാളം ഹദീസുകളിൽ പഠിപ്പിച്ചതാണ് പിതാവിനോടുള്ള ബഹുമാനം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ വാലിദു, പിതാവ്, ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ പ്രധാന കവാടമാണ്. അപ്പോ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴിയാണ് പിതാവിനോട് ഗുണം ചെയ്യുക. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിൽ ആണ്. വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. മാതാപിതാക്കളുടെ കോപം നേടാൻ പാടില്ല. അതുപോലെ മാതാപിതാക്കളുടെ കോപം നേടിയാൽ അത് അള്ളാഹുവിന്റെ കോപമാണ്. മാതാപിതാക്കളുടെ തൃപ്തി നേടിയാൽ അത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ഈ ഹദീസിന്റെ പഠനമാണ് യഹിയൽ ബർമക്കി എന്ന പിതാവിന് ഈ ഫദ്ൽ ഇബ്നു യഹിയ എന്ന മകൻ ഇത്രയേറെ താല്പര്യത്തോടെ സേവനം ചെയ്യാനുണ്ടായ കാരണം. ഇതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം ഒരാള് വന്നു, ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അടുക്കലേക്ക്. ഫഖാല, എന്നിട്ട് ചോദിച്ചു, മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബതി, മൻ അഹഖുൻ നാസി, ഏറ്റവും അർഹൻ, ജനങ്ങളിൽ ഏറ്റവും അർഹൻ ആരാണ്? ബിഹുസ്നി സ്വഹാബത്തി, ഞാൻ നന്നായി സഹവസിക്കാൻ, എന്റെ നല്ല സഹവാസം കിട്ടാൻ ഏറ്റവും അർഹൻ ആരാണ്? കാല ഉമ്മുക്ക്, നിന്റെ ഉമ്മയാണ്. കാല സുമ്മമൻ, പിന്നെ ആരാണെന്ന് ചോദിച്ചു. കാല സുമ്മ ഉമ്മുക്ക്, നിന്റെ ഉമ്മയാണ്. കാല സുമ്മമൻ, പിന്നെ ആരാണെന്ന് ചോദിച്ചു. കാല, പിന്നെയും നബി തങ്ങൾ പറഞ്ഞു, സുമ്മ ഉമ്മുക്ക്, നിന്റെ ഉമ്മയാണ്. കാല സുമ്മമൻ, പിന്നെ ആരാണെന്ന് ചോദിച്ച. കാല സുമ്മ അബൂക്ക്, നിന്റെ പിതാവാണെന്ന് പറഞ്ഞു. അപ്പൊ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, പിതാവിന് ഗുണം ചെയ്യണം. ഇതൊരു സത്യവിശ്വാസിയുടെ പ്രധാന ഗുണമാണ്, നമ്മുടെ എവിടെയും രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ബിർറുൽ വാലിദൈനി ഹുവ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഹുവ, അത്, ത്വഅതുഹുമ, അവരെ അനുസരിക്കണം, ബികുല്ലി വജിഹിൻ മുംകിനിൻ, കഴിയുന്ന എല്ലാ വിധത്തിലും. കാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇദാ അറാദ അൻ യഖ്റുജ മിൻ ബൈതിഹി, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഉദ്ദേശിച്ചാൽ, വഖഫ അല ബാബി ഉമ്മിഹി, ഉമ്മയുടെ അടുക്കൽ ചെന്ന് നിൽക്കും. ഫഖാല, എന്നിട്ട് പറയും, അസ്സലാമു അലൈക്കി യാ ഉമ്മാ, ഉമ്മാക്ക് സലാം പറയും. അസ്സലാമു അലൈക്കി യാ ഉമ്മാ വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറയും. അപ്പൊ തഖൂലു, എന്നിട്ട് പറയും, ഉമ്മ പറയും, വഅലൈക്കസ്സലാം യാ വലദി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മകൻ സലാം മടക്കും. ഉമ്മ മകന് സലാം മടക്കും.
ഫയഖൂലു, അപ്പോ മകൻ പറയും, റഹിമക്കില്ല കമാ റബ്ബൈതനി സ്വഗീറ, എന്നെ ചെറിയ നാള് മുതലേ വളർത്തിയതുപോലെ അള്ളാഹു നിങ്ങൾക്കും റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മകൻ പ്രാർത്ഥിക്കും ഉമ്മാക്ക് വേണ്ടി. അബൂ ഹുറൈറ. ഫതഖൂലു, അപ്പൊ ഉമ്മ പറയും, റഹിമക്കല്ലാഹു കമാ ബറർതനി കബീറ, ഇങ്ങനെ വലുതായിട്ടും എന്നോട് ഗുണം ചെയ്യുന്നത് പോലെ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ഉമ്മ തിരിച്ചും പ്രാർത്ഥിക്കും. വൈദാ അറാദ അൻ യദ്ഖുല ബൈതഹു, വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പോകുമ്പോ സ്വനഅ മിസ്ല ദാലിക്, ഇതുപോലെ ചെയ്യും. വകാന റളിയല്ലാഹു അൻഹു യഹ്മിലു ഉമ്മഹു ഇലൽ ഖലാഇ, ഉമ്മയെ ഖലായിലേക്ക്, ബാത്റൂമിലേക്ക്, വാഷ്റൂമിലേക്ക് ഉമ്മയെ ചുമന്നു കൊണ്ടുപോകുമായിരുന്നു അബൂ ഹുറൈറ. വയുൻസിലുഹാ ഫീഹി ഹീനമാ കാനത്ത് മക്ഫൂഫത്തൻ, വയുൻസിലുഹാ ഫീഹി, അവിടെ കൊണ്ടുപോയി ഇരുത്തി കൊടുക്കും. ഹീനമാ കാനത്ത് മക്ഫൂഫത്തൻ, കണ്ണിന് കാഴ്ചയില്ലാത്ത വാർദ്ധക്യമായപ്പോൾ. ജഅലനല്ലാഹു മിനൽ ബാരിന ലിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. സ്വഹാബികളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ച വലിയ മഹാനാണ് അബൂ ഹുറൈറ. ആ അബൂ ഹുറൈറയുടെ ജീവിത രഹസ്യങ്ങളിൽ ഒന്നാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തു, മാതാവിന് ഗുണം ചെയ്തു എന്നത്. ലോക മഹാന്മാരിലെല്ലാം ഇതുപോലെ അവരുടെ ഉയർച്ചക്ക് മാതാപിതാക്കൾ കാരണമായത് കാണാം. അതുകൊണ്ട് നമുക്കും അതിന് കഴിയട്ടെ. ഈ പാഠം അതിനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മആനിൽ കലിമാത്ത്, ഈ പാഠത്തിൽ വന്ന കലിമത്തുകൾ, അതിന്റെ അർത്ഥങ്ങൾ. നുഹാസ്, നുഹാസ് ചെമ്പ്. തഖ്ബീൽ ചുംബനം. മക്ഫൂഫത്ത് അന്ധ, കണ്ണ് കാണാത്ത ആള്. ഹറാറത്ത് ചൂട്. ഐനായത്ത് പരിഗണന. സഖത്ത് കോപം. ഇബ്രീഖ് ജലപാത്രം, ഒരു വെള്ളം ഒഴിക്കുന്ന പാത്രം. ഇസ്തിസ്ബാഹ് വിളക്ക് കത്തിക്കൽ. മിസ്ബാഹ് വിളക്ക്. സിജിന് ജയിൽ. സജ്ജാന് ജയിൽ വാർഡൻ. സ്വഹാബത്ത് സഹവാസം, കൂടെ സഹവസിക്കുക. തദ്രീബാത്ത് എന്തൊക്കെയാണ്? നക്രോ വ നഫ്രം, വായിച്ചു മനസ്സിലാക്കുക. നക്രോ വായിക്കാൻ, നഫ്രോ മനസ്സിലാക്കുക. യഹിയൽ ബർമക്കി, യഹിയൽ ബർമക്കി എന്ന ആള് ആലിമുൻ ഖുറാസാനിയുൻ, ഖുറാസാൻ ഒരു പ്രദേശമാണ്, ഖുറാസാനുകാരനായ ഒരു പണ്ഡിതനാണ്. ആശ ജീവിച്ചു, ഫിൽ ഖർനി സാനി രണ്ടാം നൂറ്റാണ്ടിൽ, മിനൽ ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ. അപ്പൊ യഹിയൽ ബർമക്കി ആലിമുൻ ഖുറാസാനിയുൻ ആശ ഫിൽ ഖർനി സാനി മിനൽ ഹിജ്റ ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ പ്രധാന കവാടം. ഖൈറുൽ അബ്വാബി വ അഅ്ലാഹ, അതിന്റെ അർത്ഥം എന്താ? ഖൈറുൽ അബ്വാബി വ അഅ്ലാഹ, കവാടങ്ങളിൽ ഏറ്റവും ഉത്തമമായത്, വ അഅ്ലാഹ ഏറ്റവും ഉന്നതമായത്. ഇതാണ് അതിന്റെ അർത്ഥം. നഖ്റ വായിക്കുക. ഹബസ യഹ്ബിസു, ഹബ്സ് മാദി മുദാരി മസ്ദർ. ഹബസ അറസ്റ്റ് ചെയ്തു, യഹ്ബിസു അറസ്റ്റ് ചെയ്യും, ഹബ്സ് അറസ്റ്റ് ചെയ്യൽ. ഹമല യഹ്മിലു ഹംല് മാദി മുദാരി മസ്ദർ. ഹമല ചുമന്നു, യഹ്മിലു ചുമക്കും, ഹംല് ചുമക്കൽ, ചുമക്ക ഏറ്റിക്കൊണ്ടുപോവുക. മല നിറച്ചു, യംലൗ നിറക്കും, മൽ നിറക്കൽ മാദി മുദാരി മസ്ദർ. അക്കദ യുഅക്കിദു തഅ്കീദ്, അക്കദ ശക്തിപ്പെടുത്തുക, ഊന്നിപ്പറയുക എന്നർത്ഥം. യുഅക്കിദ് ഊന്നിപ്പറയും, തഅ്കീദ് ഊന്നിപ്പറയൽ. സഖന ചൂടാക്കുക, യുസഖിനു ചൂടാക്കും, സഖന ചൂടാക്കി, യുസഖിനു ചൂടാക്കും, തസ്ഖീന് ചൂടാക്കൽ. ഇസ്തസ്ബഹ വിളക്ക് കത്തിക്കുക, ഇസ്തസ്ബഹ വിളക്ക് കത്തിച്ചു, ഇസ്തസ്ബിഹു വിളക്ക് കത്തിക്കും, ഇസ്തിസ്ബാഹ് വിളക്ക് കത്തിക്കൽ. ഇൻഖത മുറിയുക, അവസാനിക്കുക, ഇൻഖതി മുറിയും, ഇൻഖത മുറിയൽ. അൽസഖ ചേർത്ത് വെച്ചു, യുൽസിഖു ചേർത്ത് വെക്കും, ഇൽസാഖ് ചേർത്ത് വെക്കൽ മാദി മുദാരി മസ്ദർ. ഖാറബ യുഖാരിബു മുഖാറബത്ത്, ഖറബ അടുത്തു, യുഖാരിബു അടുക്കും, മുഖാറബത്ത് അടുക്കൽ. തഹമ്മല വഹിക്കുക, സഹിക്കുക, തഹമ്മലു സഹിക്കും, തഹമ്മലു സഹിക്കൽ. നുതർജിം ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഇലാ ലുഗത്തിന നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അൽ വാലിദു ഔസാത്തു അബ്വാബിൽ ജന്ന, പിതാവ് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പ്രധാനമാണ്, പിതാവ് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പ്രധാനമാണ്. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിൽ ആണ്. റഹിമക്കില്ലാഹു കമാ റബ്ബൈതനി സുഗൈറ, എന്നെ കൊച്ചുനാളിൽ വളർത്തിയതുപോലെ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, കരുണ ചെയ്യട്ടെ. ജഅലന അല്ലാഹു മിനൽ ബാരിന ലിൽ വാലിദൈൻ, മാതാപിതാക്കൾ ഗുണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നുഇദ്ദുൽ ജുമൽ,
നുഇദ്ദു തയ്യാറാക്ക്, അൽ ജുമൽ സെന്റൻസുകൾ തയ്യാറാക്ക്, ജുംലകൾ. കാന യഹ്യ ഫി സമാനീന മിൻ ഉംരിഹി, യഹ്യ എന്ന ആള് ഫി സമാനീന മിൻ ഉംരിഹി അദ്ദേഹത്തിന്റെ 80-ാമത്തെ വയസ്സിലായിരുന്നു. ഇതുപോലെ ഇത് പ്രയോഗിക്കും. കാന ജഅഫറുൻ ഫി സബഈന, ഫി സമാനീന എന്ന് പറഞ്ഞ പോലെ ഫി സബഈന മിൻ ഉംരിഹി. കാന യൂസുഫു ഫി സലാസീന മിൻ ഉംരിഹി. കാന ഇദ്രീസു ഫിൽ ഖംസീന മിൻ ഉംരിഹി. അപ്പൊ ഫീ വന്നാല് ഖംസീന എന്നാ പറയാം. ഖംസൂന, ഖംസീന. നുജീബ് ഉത്തരം പറയുക. അജാബ യുജീബ്, നുജീബ് നാം ഉത്തരം പറയുക. കൈഫ എങ്ങനെയാണ്, സഹന ചൂടാക്കിയത്, അൽ ഫദ്ലുബ്നു യഹ്യ ഫദ്ലുബ്നു യഹ്യ ചൂടാക്കിയത് എങ്ങനെയാണ്, അൽ മാ വെള്ളം, ലി വാലിദി പിതാവിന്, ഇനമാ മന തടഞ്ഞപ്പോൾ, അസ്സജ്ജാനു ജയിൽ വാർഡൻ, അൽ ഹത്തബ വിറക് തടഞ്ഞപ്പോ എങ്ങനെയാണ് ചൂടാക്കിയത്, വിളക്ക് കത്തിച്ച് അതിനോട് ചേർത്ത് വെച്ച് ചൂടാക്കി. അതും തടഞ്ഞപ്പോൾ, വേണമെങ്കിൽ വിശാലമായ മാർക്കിന് ഉത്തരവ് എഴുതുന്ന സമയമാണെങ്കിൽ അതും തടഞ്ഞപ്പോൾ വയറിനോട് ചേർത്ത് വെച്ച് ചൂടാക്കി. മാതാ ഫഅലൽ ഫദ്ലു, മാതാ ഫഅല എന്താണ് ചെയ്തത്, അൽ ഫദ്ലു ഫദ്ലുബ്നു യഹ്യ എന്താണ് ചെയ്തത്, ഇനമാ മന തടഞ്ഞപ്പോൾ, അസ്സജ്ജാനു ജയിൽ വാർഡൻ, അൽ ഇസ്തിസ്ബാഹ വിളക്ക് കത്തിക്കുന്നത് തടഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്, വയറിനോട് ജലപാത്രം ചേർത്ത് വെച്ച് വെള്ളം ചൂടാക്കി. കൈഫ കാന, കൈഫ എങ്ങനെയാണ്, കാന അബൂ ഹുറൈറ, അബൂ ഹുറൈറ യഖ്റുജു പുറപ്പെടാനുണ്ടായിരുന്നത്, മിൻ ബൈത്തി വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പുറപ്പെടാറുള്ളത്, ഉമ്മയുടെ വാതിൽക്കൽ ചെന്ന് ഉമ്മയോട് അസ്സലാമു അലൈക യാ ഉമ്മ വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറയുകയും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളത്. തഖ്സീസ് പ്രൊജക്ട്, നുഇദ്ദു മഖാലത്തൻ അൻ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കുക. അപ്പോ ഇത്രയും തയ്യാറാക്കുമ്പോൾ നമ്മൾ ആയിത്തീരുന്ന, നല്ല ബോധമുള്ളവരായിത്തീരുന്നു. മാതാപിതാക്കളെ കുറിച്ചും അവർക്ക് ചെയ്യുന്ന സേവനത്തെ കുറിച്ചും ഒക്കെ ബോധമുള്ളവരായി മാറുന്നു. നമുക്ക് അങ്ങനെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.